نور الله فجرا جئت بعد العسر يسرا ربنا علاك قدرا يا إمام الأنبياء أنت في الوجدان حي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, വിഷയാവതരണം കഴിഞ്ഞു. ഇനി ചോദ്യ ഉത്തര അവസരമാണ്. ഞാൻ സുന്നി വിഭാഗമാണ് ചോദ്യം ചോദിക്കേണ്ടത്. എന്റെ ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംബിയാഇനെയും ഔലിയാഇനെയും മുഅ്ജിസത്ത് കറാമത്ത് കൊടുത്തുകൊണ്ട് ആദരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. മഹാന്മാരാകുന്ന അവർക്ക് ഈ മുഅ്ജിസത്ത് കറാമത്തുകൾ വഫാത്തിന് ശേഷവും ഉണ്ട് എന്നതും വ്യക്തമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാകുന്ന ഇബ്നു തൈമിയ്യ പോലും കറാമത്തുകൾ മരണത്തിന് ശേഷവും ഉണ്ടാകും, മുഅ്ജിസത്ത് മരണത്തിന് ശേഷം ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയതും നമുക്ക് കാണാം. ഒന്നാമതായി ഞാൻ ചോദിക്കുന്നു, ഈ മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനപ്പെടുത്തി അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ, അള്ളാഹു എന്നല്ല അള്ളാഹുവിന്റെ അടിമ എന്ന വിശ്വാസത്തോടെ ഒരു സുന്നി മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ഷിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഒരു തെളിവ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് മുഅ്ജിസത്ത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കറാമത്ത് എന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രവാചകന്മാർക്ക് അവരുടെ പ്രവാചകത്വവും ദൗത്യവും സത്യമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് മുഅ്ജിസത്ത്. അവർ ഉദ്ദേശിക്കുമ്പോഴോ ആഗ്രഹിക്കുമ്പോഴോ അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അതിന്റെ മുഴുവൻ നിയന്ത്രണാധികാരവും അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന സമയത്തും സന്ദർഭത്തിലും മാത്രമേ അതുണ്ടാകൂ. എന്നാൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മുഅ്ജിസത്ത് എന്നത് പ്രവാചകന്മാർക്ക് യഥേഷ്ടം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു വിട്ടുകൊടുത്ത ഒരു കഴിവാണെന്നാണ്. മാത്രമല്ല, അപകടഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനും സംരക്ഷിക്കുവാനുമുള്ള ഒരു സഹായ അസ്തവമായാണ് മുഅ്ജിസത്ത് എന്നാണ്. ഇത്തരം ധാരണകൾക്ക് യാതൊരു അടിസ്ഥാനവും കാണാൻ നമുക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, പ്രവാചകന്മാർക്ക് തങ്ങളിലൂടെ പ്രകടമാകുന്ന മുഅ്ജിസത്തുകൾ കൊണ്ട് സ്വന്തം ശരീരങ്ങളെ പോലും സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് അവരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനും സുന്നത്തും ഇക്കാര്യം ഖണ്ഡിതമായി പഠിപ്പിക്കുന്നത് കാണുക. വമാ കാന ലിറസൂലി അയ്യതിയ ബിആയാതി ഇല്ലാ ബിഇസ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദം കൂടാതെ ഒരു പ്രവാചകനും ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ കഴിയില്ല. സൂറത്ത് ഗാഫിർ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം സമൂഹം അത്ഭുതങ്ങൾ കാണിക്കാൻ നിരന്തരമായി വെല്ലുവിളിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ അല്ലാഹു കൽപ്പിച്ചത് ഇപ്രകാരമാണ്: ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. നബിയെ പറയുക, എന്റെ റബ്ബ് പരിശുദ്ധനാണ്, ഞാൻ റസൂലായ ഒരു മനുഷ്യൻ മാത്രമല്ലേ. സൂറത്ത് ഇസ്രാ 93. ചുരുക്കത്തിൽ, ഉദ്ദേശിക്കുമ്പോഴെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാനോ എന്തിനധികം സ്വന്തം ശരീരത്തെ തന്നെ രക്ഷപ്പെടുത്താനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റു പ്രവാചകന്മാർക്കും മുഅ്ജിസത്ത് കൊണ്ട് സാധിച്ചിട്ടില്ല. തെളിവുകൾ അതിന് ധാരാളമുണ്ട്. ഏറെ പ്രതീക്ഷയോടെ അഭയം തേടി ത്വായിഫിൽ പോയപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മർദ്ദനമേറ്റതും, ഉഹദിന്റെ രണഭൂമിയിൽ ശത്രു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചപ്പോൾ ശരീരത്തിൽ മുറിവേറ്റത്, ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ് മുൻപല്ലുകൾ പൊട്ടിയത്, രോഗങ്ങൾ ബാധിച്ച് അതിന്റെ വേദന അനുഭവിച്ചത്, ചില യുദ്ധങ്ങളിൽ പരാജയത്തിന് രുചിയേറിയത്, ഇങ്ങനെ നിരവധി മർദ്ദനങ്ങളും വിഷമങ്ങളും മുഅ്ജിസത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ എന്താണ് കറാമത്ത്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ചില ഭക്തന്മാർക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ ആദരവാണ് കറാമത്ത്. അതൊരു പക്ഷേ അബൗദികവും അദൃശ്യവുമായ നിലയിലുള്ള സഹായങ്ങളാകാം, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അവരിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങളുമാകാം. എന്നാൽ അതിന്റെ പേരിൽ അവർക്ക് ദിവ്യത്വം കൽപ്പിക്കാനോ അബൗദികമായ കഴിവുകൾ ആരോപിക്കാനോ പാടില്ല. കാരണം അത്തരം അത്ഭുതങ്ങളുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു നിയന്ത്രണ അധികാരവും കഴിവുമില്ല. ചിലപ്പോൾ അവർ അറിയുന്നു പോലും ഉണ്ടാവില്ല. മാത്രമല്ല, ആർക്കെങ്കിലും കറാമത്തുണ്ടായാൽ അത് പരമാവധി മറച്ചുവെക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് അത് പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു: അന്ന മിൻ ശർത്തിൽ വിലായത്ത് കത്മാനൽ കറാമത്തി. തീർച്ചയായും വിലായത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് കറാമത്തുകൾ മറച്ചുവെക്കൽ. കുനിയത്ത് ത്വാലിബീൻ 2-163. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്
കറാമത്തുകൾ മറച്ച് വെക്കേണ്ടതാണെന്നും അത് വെളിവാക്കപ്പെടാനുള്ളതല്ലെന്നും നമുക്ക് മനസ്സിലാകുന്നു. ഈ കറാമത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുവാൻ പറ്റുമോ? അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥേഷ്ടം മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നോ? യഥേഷ്ടം തോന്നുമ്പോൾ അത് ആ മുഅ്ജിസത്ത് പ്രകടമാക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് നമുക്ക് ചോദിക്കുവാനുള്ള ഒരു തെളിവും ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് ലഭിക്കില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം, ഈ സഹായ ചോദ്യം അള്ളാഹുവിനോട് മാത്രമാണ്. ആ സഹായ ചോദ്യം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. അതിങ്ങനെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് ശിർക്കാണ്. മരണപ്പെട്ടുപോയവരോട് കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരോട് ഇസ്തിഗാസ നടത്താമെന്ന് ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ടുപോലും ഇവർക്ക് തെളിയിക്കുവാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് മുഅ്ജിസത്ത് പ്രവാചകർക്ക് യഥേഷ്ടം ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യമല്ലെന്നും കറാമത്തും അതേപോലെ തന്നെ സ്വന്തം ഇച്ഛപ്രകാരം ഒരു വലിയനും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ മൊയ്തി ശേഖ് റഹ്മത്തുള്ളാഹി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു കറാമത്തുണ്ടായാൽ അത് നമ്മൾ ഒളിച്ചു വെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാമെന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെതിരാണ്. ഇത് നാം 17 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഈ സഹായം അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. ആ സഹായ ചോദ്യം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കാണ്. അവിടെ ഇസ്തിഗാസയാണ്. ആ ഇസ്തിഗാസ, അതായത് ആ സഹായ ചോദ്യം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അത് മരിച്ചവരോ മരിക്കാത്തവരോ ജിന്നുകളോ മലക്കുകളോ ആരുമായാലും അവരിലേക്ക് തിരിച്ചുവിട്ടാൽ ആ സഹായ ചോദ്യം ശിർക്കാണ്. അതിലൊരു സംശയവും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് വളരെ വിചിത്രമായിട്ടാണ്. മുഅ്ജിസത്തും കറാമത്തുമൊന്നും അംബിയായിനും ഔലിയായിനും പ്രകടിപ്പിക്കാനുള്ള അവകാശമില്ല. അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള അവകാശമില്ല. എന്നിട്ട് അദ്ദേഹം ആയത്തോതി വമാ കാന ലി റസൂലിൻ എന്ന് പറയുന്ന ആയത്തോതിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുപോലും അദ്ദേഹത്തിന് തന്നെ മനസ്സിലായോ എന്നെനിക്കറിയില്ല. മൗലവി സാഹിബെ, അങ്ങനെയാണെങ്കിൽ മുഅ്ജിസത്തും കറാമത്തുമൊന്നും സ്വന്തമായി പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശമില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരുപാട് ആയത്തുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. അതുപോലെ ഒരുപാട് ഹദീസുകൾ മാറ്റിവെക്കേണ്ടി വരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പോയി പറഞ്ഞില്ലേ, ഇന്നി അസ്മഉ മിൻക ഹദീസൻ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസ് കേൾക്കുന്നു. അപ്പോൾ പക്ഷെ ഞാൻ മറന്നു പോവുകയാണെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ആ മുഅ്ജിസത്ത് കൊണ്ട് സഹായിച്ചില്ലേ? അപ്പൊ ഈ സഹായമൊക്കെ നബിതങ്ങൾ അള്ളാഹിനോട് പ്രത്യേകം അനുവാദം ചോദിച്ചു വാങ്ങിയിട്ടാണോ ചെയ്തത്? അല്ല, അള്ളാഹു താല കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു താല അവർക്ക് കസ്ബും ഇഖ്തിയാറും കൊടുത്തത് കൊണ്ടാണ് ഉണ്ടായത്. ആ കസ്ബും ഇഖ്തിയാറിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുന്നു. അവർ ഉദ്ദേശിക്കുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ചോദ്യത്തിന് മറുപടി പറയണം മൗലവി സാഹിബ്. വഫാത്തായ മഹാന്മാരെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവർ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ഖുർആനിൽ നിന്ന് ഒരായത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ്, ഇതാണ് വേണ്ടത്. അതല്ലാതെ സാധാരണ മുജാഹിദുകൾ നടത്തുന്നത് പോലെ കവലപ്രസംഗമോ പുസ്തക വായനയോ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ച്, ഖബറിലുള്ളവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് ശ്രദ്ധിക്കുക. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള യാതൊരാളും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. മരിച്ചു മൺമറിഞ്ഞ കബറാളികളാകട്ടെ തങ്ങൾ എപ്പോഴാണ് എഴുന്നേൽപ്പിക്കപ്പെടുകയെന്ന് പോലും അറിയുന്നില്ല. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, മരിച്ചുപോയ മൺമറഞ്ഞ കബറാളികൾ
അവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിയുകയില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അതുപോലും എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്ത ആ ആളുകളോടാണോ ഇസ്തിഹാസ നടത്തുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കൂ. ഇവിടെ ഒരു മക്ബറയിൽ ചെന്നിട്ട് മക്ബറയിലുള്ള വലിയനോട് എന്റെ ദോഷം പുറത്തു തരണേ എന്ന് പറയുമ്പോൾ ആ ദോഷം പുറത്തു തരാൻ പറയുമ്പോൾ ആ ദോഷം പുറത്തു തരാനുള്ള കഴിവ് ആർക്കാണുള്ളത്? അള്ളാഹുവിന് മാത്രമുള്ള കഴിവല്ലേ? ആ കഴിവ് ആരിലേക്കാണ് ചാർത്തി കൊടുക്കുന്നത്? ഈ വലിയിലേക്കാണ് ചാർത്തി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ശിർക്ക് വന്നില്ലേ? ഇവിടെ ഇസ്തിഹാസ എന്ന് ഓമന പേരിട്ട് ഞാൻ 2 രീതിയിലുള്ള ഇസ്തിഹാസ ഇവിടെ ഞാൻ വിശദീകരിച്ചു. ഒന്ന് ജീവിതത്തിൽ പരസ്പരം ചോദിക്കുന്ന ഇസ്തിഹാസ, ഒന്ന് പ്രാർത്ഥനയാകുന്ന ഇസ്തിഹാസ. ആ ഇസ്തിഹാസയാണ് ഇവിടെ മരിച്ചവരോട് ഇവർ ചെയ്യുന്നത്. കാരണം മരിച്ചവർ കേൾക്കില്ല, മരിച്ചവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നു. മരിച്ചവരെ കേൾപ്പിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല, ഇരുട്ടും വെളിച്ചവും സമമല്ലാത്തതുപോലെ എന്നും അല്ലാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയുള്ള മരിച്ചവരെ നമുക്ക് മരിച്ചവരോട് ഇസ്തിഹാസ നടത്തുക. എങ്ങനെ ഇസ്തിഹാസ നടത്തുന്നത്? ദോഷം പുറത്തുതരണേ, ഹിദായത്ത് തരണേ എന്നുള്ള രീതിയിലുള്ള ഇസ്തിഹാസ. ആ ദോഷം പുറത്തുതരാൻ, ഹിദായത്ത് തരാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ചോദ്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്നത്? ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. ആ സഹായ ചോദ്യം ആരോട് മാത്രം? അള്ളാഹിനോട് മാത്രം പാടുള്ളൂ. ആ സഹായ ചോദ്യം എന്താ? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആരാധനയാണ്. അപ്പൊ ഈ പ്രാർത്ഥനയാകുന്ന ഈ ആരാധന അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ എന്താവും? ശിർക്കാകും. അതിനെ ഇസ്തിഹാസ എന്നുള്ള ഓമന പേരിട്ടാലും പ്രാർത്ഥന എന്നുള്ള ഓമന പേരിട്ടാലും എന്തായാലും അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കായി തീരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറഞ്ഞു 2 രീതിയിലുള്ള ഇസ്തിഹാസ ഇവിടെ വിശദീകരിച്ചു. ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കക്ഷിയിൽപ്പെട്ട ഒരാൾ മൂസാ നബിയോട് സഹായം ചോദിച്ചു. അങ്ങനെ മൂസാ നബി ആ സഹായം സ്വീകരിക്കുകയും ആ എതിർകക്ഷിയിലുള്ള ആളെ അടിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അവിടെ ഇസ്തിഹാസ അനുവദനീയമായ ഇസ്തിഹാസയാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സഹായത്തിന് വിളിക്കാം, അവരോട് ആ സഹായം ആവശ്യപ്പെടാം. അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭാഷണം അവർ കേൾക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെ ഇവർ കാണുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം അവിടെ മരണപ്പെട്ടു വഫാത്ത് ആയി പോയതിനു ശേഷമാണ് അവിടെ വിളിച്ചതെങ്കിലോ? മൂസാ നബി അലൈഹി സ്വലാം വഫാത്തായി പോയതിനു ശേഷമാണ് വിളിച്ചതെങ്കിൽ അതിന്റെ വിധി എന്താ? നബി അലൈഹി സ്വലാം വഫാത്തായി പോയതിനു ശേഷമാണ് ആ വിളിയെങ്കിൽ ആ വിളി അനുവദനീയമാണോ? അവിടെ ഉള്ള വിളിയും ഇസ്തിഹാസയല്ലേ? അവിടെ വഫാത്തായതിനു ശേഷം മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചാൽ മൂസാ നബി അലൈഹി സ്വലാം വിളി കേൾക്കുമോ? ഇനി മൂസാ നബി അലൈഹി സ്വലാം ആ വിളി കേട്ട് ഉത്തരം നൽകുമോ? ഇല്ല. കാരണം അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച എന്നീ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെച്ചു കൊടുത്താൽ അവിടെ ശിർക്ക് വരും. ഇവിടെ മരിച്ചവർക്ക് കേൾക്കുവാനോ മരിച്ചവർക്ക് നമ്മുടെ അവസ്ഥ കാണുവാനോ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. നബി അലൈഹി സ്വലാം വഫാത്തായി പോയതിനു ശേഷമാണ് ആ വിളിയെങ്കിൽ ആ വിളി അനുവദനീയമാണോ? അവിടെ ഉള്ള വിളിയും ഇസ്തിഹാസയല്ലേ? അവിടെ വഫാത്തായതിനു ശേഷം മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചാൽ മൂസാ നബി അലൈഹി സ്വലാം വിളി കേൾക്കുമോ? ഇനി മൂസാ നബി അലൈഹി സ്വലാം ആ വിളി കേട്ട് ഉത്തരം നൽകുമോ? ഇല്ല. കാരണം അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച എന്നീ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെച്ചു കൊടുത്താൽ അവിടെ ശിർക്ക് വരും. ഇവിടെ മരിച്ചവർക്ക് കേൾക്കുവാനോ മരിച്ചവർക്ക് നമ്മുടെ അവസ്ഥ കാണുവാനോ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. എന്താ മൗലവി സാഹിബേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ ആ വെല്ലുവിളിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ നിങ്ങൾ അങ്ങോട്ട് കെട്ടിപ്പൂട്ടി മടക്കി സുന്നത്ത് ജമാഅത്തിനെ കുട്ടിയിലാക്കി തരുമെന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്താ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്? മരണപ്പെട്ടു കഴിഞ്ഞ പിന്നെ അവർക്ക് കറാമത്തുകളൊന്നും ഉണ്ടാകൂലെന്ന നിങ്ങളുടെ സ്വന്തം നേതാവ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നത് എന്താണെന്നറിയോ?
വമിമ്മ യംബഗി അൻ യഅരിഫ അന്നൽ കറാമാത്തി ഖദ് തകൂനു ബിഹസ്ബി ഹാജത്തിർ റജുലി ഫഇദാ ഇഹ്താജ ഇലൈഹ ലഈഫുൽ ഈമാൻ. ഇബ്നു തൈമിയ പറയുന്നതാ, ഉദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് കറാമത്തുകൾ ഉണ്ടാകും എന്ന് ഇഖ്തിലായിൽ ഇബ്നു തൈമിയ പറയുന്നുണ്ട്. അതേ ഇഖ്തിലായിൽ തന്നെ ഇബ്നു തൈമിയ തൊട്ടടുത്ത് പിന്നീട് കുറച്ചു കഴിയുമ്പോൾ പിന്നീട് പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ നിന്ന് വാങ്ക് കൊടുത്തു മദീന പള്ളിയിൽ സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളുടെ സംഭവം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നതിനല്ല മൗലവി ഉത്തരം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് മൗലവി ഇസ്തിഗാസ ശിർക്കാണ് എന്നതിനൊരായത്ത് മതി, നിങ്ങൾ അതൊന്ന് ഓദിത്താ, അതിന് മറുപടിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രണ്ടാമത് ചോദിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ലോകം അറിയപ്പെട്ട മുഫസ്സിറ. അദ്ദേഹം പറയുന്നു, യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ വൽ ഇസ്യാനു അൻ യഅതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. ആ തെറ്റുകൾ ചെയ്ത ആളുകളൊക്കെ അള്ളാന്റെ റസൂലിന്റെ അരികിൽ ചെന്നിട്ട് നബിതങ്ങളോട് ആ ഖബറിനടുത്ത് വെച്ചിട്ട് ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിക്കണം, നബിതങ്ങളോട് ചോദിക്കണമെന്ന് പറയുന്നു ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നബിതങ്ങളോട് ചോദിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇത് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞത് ശിർക്കാണോ? വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ തന്നെ ചെന്ന് ചോദിക്കണം എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇത് ശിർക്കാണോ? എന്റെ രണ്ടാമത്തെ. അസ്സലാമു അലൈക്കും. മുകളിൽ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇസ്നില്ലാ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫഅസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്തിന്റെ വിശദീകരണമാണ് ഇവിടെ മൗലവി ഓതിയത്. ഇനി അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ആശയം കിട്ടുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അള്ളാഹുവിനോടും റസൂലിനോടും എതിർ പ്രവർത്തിച്ചവരോടും മറ്റും പാപം ചെയ്തവരോടും അള്ളാഹു ഉപദേശിക്കുന്നു. അവരിൽ നിന്ന് അബദ്ധവും അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിക്കുകയും സംഭവിച്ചാൽ അവർ റസൂലിന്റെ അടുക്കൽ പോവാനും നബിയുടെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് അവരുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കണം എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. അത് അവർ ചെയ്താൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം അത്യധികം സ്വീകരിക്കുകയും അവർക്ക് പരലോകത്ത് കരുണ ചെയ്യുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നും അള്ളാഹു നിർദ്ദേശിക്കുന്നു. ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അവരുടെ പശ്ചാത്താപം അത്യധികം സ്വീകരിക്കുന്നതായും അവരോട് പരലോകത്ത് കാരുണ്യം കാണിക്കുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇദ്ലലമു എന്നാണ് ഇവിടെ ഒന്നാമതായി പറയുന്നത്. അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ എന്നാണ്. ഇദാ ലലമു അവർ അക്രമം പ്രവർത്തിച്ചാൽ എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലലമു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ. ഇദാ ലലമു അവർ അക്രമം പ്രവർത്തിച്ചാൽ എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അപ്പോൾ നടന്ന ഒരു വിഷയത്തെ പറ്റി പറയുന്നതാണ്. ഈ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ആ കാലഘട്ടത്തിൽ നടന്ന ഒരു വിഷയത്തെ പറ്റിയാണ് പറയുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത അക്രമം എന്താണ് അത് മനസ്സിലാക്കാൻ ഈ ആയത്തിന്റെ മുകളിലത്തെ ആയത്തുകൾ ഓതിയാൽ മതി. വളരെ കൃത്യമായി അള്ളാഹു അത് പറയുന്നുണ്ട്. ഈ ആയത്ത് പോലും ഈ മുസ്ലിയാക്കന്മാര് എന്ത് ചെയ്ത് പകുതി വെട്ടിയിട്ട് പകുതി ഭാഗം മാത്രമാണ് എന്ത് ചെയ്ത് ഓതാറുള്ളത്. അതായത് വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. എന്നിട്ടും തൃപ്തി വരാതെ കാന്തപുരത്തിന്റെ ശിഷ്യനായ മാളിയേക്കൽ സുലൈമാൻ സഖാഫി എന്നൊരു മുസ്ലിയാർ ആയത്തിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. ആ ആയത്തിന്റെ കൃത്രിമം ആയത്തിൽ തിരുത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ ശ്രക്ക് പ്രചരിപ്പിച്ചു. സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ മാളിയേക്കൽ സുലൈമാൻ സഖാഫി നടത്തിയ തട്ടിപ്പ് നമുക്ക് സുപരിചിതമാണല്ലോ. അതായത് റസൂലു എന്നത് റസൂല എന്നാക്കി മാറ്റി റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ്
കെട്ടിപ്പറഞ്ഞ് ഖുർആനിൽ തട്ടിപ്പ് നടത്തിയ ഇത്തരം ശിർക്കന്മാരായ മുസ്ലിയാക്കന്മാർ അവരുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഏതറ്റം വരേക്കും പോകുമെന്ന് മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഇമാം ഇബ്നു കസീറിന്റെ ഈ ആയത്തിൽ ഒരിക്കലും ഇബ്നു കസീർ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ല. ഇവിടെ ഒരു ഉത്തുബിയുടെ കഥ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉത്തുബിയുടെ കഥയ്ക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ച ഒരാളായിട്ട് നമുക്ക് ഇബ്നു കസീറിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ചില കഥകളും മറ്റുള്ള കാര്യങ്ങളും ഇബ്നു കസീർ ആ കാലഘട്ടത്തിൽ നടന്ന കഥകൾ എടുത്തു കൊടുത്തു എന്നല്ലാതെ ആ ആയത്ത് ഇതിന് തെളിവാണ് എന്ന് പറയുകയും ഇത് വെച്ച് നിങ്ങൾ അമൽ ചെയ്തോളൂ എന്ന് പറയുകയും അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇത് അന്ന് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് തെളിവായി വരുന്നത് ഒരാളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്ത ആളോട് ചെന്ന് മാപ്പ് പറയുകയും അതിനുശേഷം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യാമെന്നാണ് നമുക്ക് ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം. അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഒരു ആയത്താണിത്. ആ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അക്രമം കാണിച്ച എതിര് പ്രവർത്തിച്ച ഒരു മുനാഫിക്കിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണ് ഈ ആയത്ത്. അപ്പോൾ അത് ആ ഒരു അവസരം, അതായത് ഇപ്പോൾ അത് നമുക്കും ബാധകമാണ്. എങ്ങനെ ബാധകമാകുന്നത്? നമ്മോട് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മോട് മാപ്പ് പറഞ്ഞതിന് ശേഷമേ അള്ളാഹിനോട് മാപ്പ് പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ പുറത്തു കൊടുക്കണം, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് അവൻ പൊറുക്കൽ ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് അവന് ആ പൊറുക്കല് അള്ളാഹു തആല ആ ഒരു ഇത് അവിടെ സ്വീകരിക്കുള്ളൂ. വല്ലാത്തൊരു മൗലവി തന്നെ പടച്ചവനെ. എന്തൊക്കെയോ കുറച്ച് പരിഭാഷ കയ്യിൽ വെച്ചിട്ട് അള്ളാന്റെ മതം പറയാൻ നടക്കുകയാണ്. എന്റെ മൗലവി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് യുർഷിദു തആല അൽ ഉസാത്ത വൽ മുദ്നിബീൻ. ഉസാത്ത് മുദ്നിബിന് അല്ലാഹു തആല വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാനു അൻ യഅതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ അടുക്കിലേക്ക് അവരിൽ നിന്ന് ഖതഉ ഇസ്യാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലണം. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹ്, അവിടെ വെച്ച് അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം. വയസ്അലൂഹു വയസ്തഗ്ഫിറ ലഹും, എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം അല്ലാഹുവിനോട് പൊറുക്കൽ തേടാൻ. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, അങ്ങനെ അവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും, അല്ലാഹു തൗബ സ്വീകരിക്കും. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടടുത്ത് തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറില് ഉത്തുബി ഇരിക്കുമ്പോൾ ഒരു അഅറാബി വന്നുകൊണ്ട് നബിതങ്ങളുടെ വിളിച്ചുകൊണ്ട്, നബിയെ ഞാൻ തെറ്റു ചെയ്തു പോയി, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഅറാബി നടത്തുന്ന ഇസ്തിഗാസ തെളിവായിട്ട് ഉദ്ധരിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇത് തിരിഞ്ഞില്ലേ? ഇദ്ദലമു എന്നാ പറഞ്ഞത്, ഇല്ലലമു എന്നാ പറഞ്ഞത്. ഇത് എന്തൊക്കെയാണ് ഈ മൗലവി ദുർവ്യാഖ്യാനം നടത്തുന്നത്? എന്റെ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്നോട് ഈ പറഞ്ഞ ഉത്തരത്തിൽ പറഞ്ഞിരുന്നു, ഈ ആയത്ത് നമ്മൾ പരസ്പരം വല്ല തെറ്റു ചെയ്താലും നമ്മൾ പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കാനും മാപ്പ് ചോദിക്കാനുമുള്ളതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ വ്യാഖ്യാനം ഏത് മുഫസ്സിറാണ് പറഞ്ഞത്? എന്റെ മൂന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഇസ്തിഗാസ ശിർക്കാണ് എന്നതിനൊരായത്ത് ഓതാൻ പറഞ്ഞു, ഓതിയില്ല. രണ്ടാമത് നിങ്ങളോട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചു, അത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോ അത് ശിർക്കല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കാരണം ന്യായമായും വ്യക്തമാക്കിയില്ല. ആ രണ്ട് ചോദ്യവും അവിടെ അവശേഷിക്കുമ്പോൾ തന്നെ മൂന്നാമത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ പറഞ്ഞതിനനുസരിച്ച് ഈ ആയത്തിനെ പരസ്പരം തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ പൊറുക്കൽ ചോദിക്കാനും പൊരുത്തപ്പെടിപ്പിക്കാനുമുള്ള തെളിവാണ് എന്ന് ഏത് മുഫസ്സിറാണ് പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ജൂതനും ഒരു മുനാഫിക്കും തമ്മിലുണ്ടായ വഴക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അത് കാരണം അവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവർ മധ്യസ്ഥതയ്ക്ക് വേണ്ടി മുനാഫിക്ക് പറഞ്ഞു, ജൂതനിൽപ്പെട്ട ഒരാളെ നമുക്ക് സമീപിക്കാമെന്ന്. എന്നാൽ
ജൂതൻ പറഞ്ഞു നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കാമെന്ന്. എന്നാൽ ഇവിടെ ജൂതന്റെ അടുത്തായിരുന്നു, ജൂതന്റെ അടുത്താണ് സത്യമുള്ളത്, മുനാഫിക്കിന്റെ അടുത്ത് ആണ് തെറ്റുള്ളത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയാൽ അത് പിടിക്കപ്പെടുകയും, എന്നാൽ ജൂതന്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് കരുതിയാണ് മുനാഫിഖ് അങ്ങനെ പറഞ്ഞത്. ഈ വിവരം അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വിഷമം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആണ് ആ ആയത്തിറങ്ങുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തിയ ആ എതിര് പ്രവർത്തിച്ചതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് മാപ്പ് പറയുകയും അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയും അതിനുശേഷം ആ വ്യക്തി അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തൗബ പൂർണ്ണമാകുന്നത് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരാളോട് തെറ്റ്. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മുസ്ലിയാരെ, ആദ്യത്തെ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അടുക്കൽ പോകാമെന്ന്. നിങ്ങൾ ആ പിന്നെ ഇബ്നു കസീറിന്റെ പകുതിയുള്ള വാചകം വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഖബറിന്റെ അടുത്ത് പോകാം എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന്. രണ്ടാമത്തതിൽ അതില്ല. രണ്ടാമത്തത് പറഞ്ഞപ്പോൾ ഖബറിങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ വന്നിട്ടുള്ളത് അവിടെ ഒരു ഉത്തുബിന്റെ കഥ പറയുന്ന ആ സ്ഥലത്താണ് നിങ്ങൾ ഖബറിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരെ പൊട്ടിസാക്കാനാണ് ഉസ്താദെ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് കാര്യമാണ്? സത്യം ആളുകളോട് തുറന്നു പറയൂ മുസ്ലിയാരെ, സത്യം ആളുകളോട് വളരെ വ്യക്തമായി തുറന്നു പറയൂ. നിങ്ങൾ ഒരു കൃത്രിമമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഭയങ്കരമായ ഒരു കൃത്രിമമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇബ്നു കസീറിന്റെ പേരിൽ കള്ളം പറഞ്ഞു. ഇബ്നു കസീർ പിന്നെ ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇബ്നു കസീർ അവിടെ ഒരു ഉത്തുബിന്റെ കഥ ഉദ്ധരിക്കുന്നേ ഉള്ളൂ. അവർ ഖബറിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞോ? നിങ്ങൾ ഇബ്നു കസീറിന്റെ പേരിൽ കള്ളം പറഞ്ഞു, അത് തിരുത്തണം നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ ഇദ്ദേഹം ചോദിച്ചത് ഇബ്നു കസീർ പറഞ്ഞ തഫ്സീറിന്റെ പകുതിയിൽ നിന്നാണ് ഇദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് ഇന്ന ആയത്താണ്, ഖുർആനിന്റെ ഒരു വിശദീകരണമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ആയത്താണ്, ആയത്തിന്റെ വിശദീകരണമാണ്, ഇന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ അദ്ദേഹം ചെയ്തത്. എന്തായാലും അദ്ദേഹം ഇത് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യത്തിന് മറുപടി എവിടെയാ മൗലവി? ഏത് മുഫസ്സിറാണിത് പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കാനുള്ളതിന് ആയത്താണ് എന്ന് പറഞ്ഞതിന് മറുപടി എവിടെ? ഇപ്പൊ മൂപ്പര് പറയുകയാണ് ഞാൻ തിരുമറി നടത്തിയെന്ന്. ചോദ്യം കഴിഞ്ഞ് പിന്നെയും പല ചോദ്യവും മറുപടിയൊക്കെ കഴിഞ്ഞപ്പോഴാ മൂപ്പർക്ക് വഹി ഇറങ്ങിയത്. എന്ത് തിരുമറിയാ നടത്തിയത് അതിനകത്ത്? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന എന്ന് പറഞ്ഞ ആ തഫ്സീർ ഞാൻ വായിച്ചതിൽ എവിടെ എന്താ മൂടി വെച്ചത്? മഹാനവറുകളുടെ മുഴുവൻ തഫ്സീറും വായിക്കാനാണോ സംവാദം? ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് വേണ്ട വിഷയം ഞങ്ങൾ വായിച്ചില്ലേ? ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ എന്താ മറുപടി പറയാത്തത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചപ്പോ അപ്പോഴൊന്നും അദ്ദേഹം നടത്താത്ത ആരോപണം കുറച്ചു കഴിഞ്ഞപ്പോ നടത്തുകയാണ്. അപ്പൊ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഇത് സംവാദമാണെന്ന് ഓർക്കണം. ഇത് സംവാദമാണെന്ന് നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സ്വഭാവം മാറ്റിവെച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, ഈ ആയത്ത് നമ്മൾ പരസ്പരം എന്ത് തെറ്റ് ചെയ്താലും അത് പൊരുത്തപ്പെടിപ്പിക്കാനും പൊറുക്കല് ചോദിക്കാനുമുള്ളതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു.
അതിനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, അങ്ങനെ വിശദീകരിച്ച മുഫസ്സിർ ആരാണ്, ഏത് തഫ്സീറാണ്? ആ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറയുക. പിന്നെ നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ ഒന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞിട്ടാണോ ദീനിന്റെ പ്രമാണം പറയേണ്ടത്? നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ പലതും മനസ്സിലായതുകൊണ്ടാണല്ലോ നിങ്ങൾ മുജാഹിദായി പോയത്. ഞാൻ ചോദിക്കുന്നത്, മുഫസ്സിറുകൾക്ക് മനസ്സിലായത്, അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ച മുൻകാലത്തുള്ള പ്രാമാണികരായ പണ്ഡിതന്മാർക്ക് മനസ്സിലായതിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഏതു മുഫസ്സിറാണ് ഇത് പരസ്പരം തൗബ ചെയ്യിക്കാനും പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കാനുമുള്ള ആയത്താണെന്ന് പറഞ്ഞു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു നാട്ടിലും ആൾക്കൂട്ടത്തിന്റെയും അധികാരിയുടെയും കൂടെക്കൂടികളായ ചില സ്വാർത്ഥ താല്പര്യക്കാരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ അധികാരവും സ്വാധീനവും ഉണ്ടായപ്പോൾ മനമില്ല മനസ്സോടെ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിമായി അഭിനയിച്ച് നടന്നിരുന്ന ചിലരുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ ഇസ്ലാമിക ആദർശങ്ങളോടോ പ്രവാചകനോടോ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥത അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള മുനാഫിക്കായ ഒരു അൻസാരിയും ഒരു ജൂതനും തമ്മിൽ ഒരു വഴക്കുണ്ടായതാണ് ഇവിടെ പ്രമേയം. ആ വഴക്കിന് നമുക്ക് മുഹമ്മദിന്റെ അടുക്കൽ പോയി ഇതിന് തീർപ്പുണ്ടാക്കാമെന്ന് യഹൂദി പറഞ്ഞു. മുസ്ലിമായ അൻസാരി സമ്മതിച്ചില്ല. ആ മുനാഫിക് പറഞ്ഞത് നമുക്ക് യഹൂദി നേതാവായ കഅബ് ഇബ്നു അഷ്റഫിന്റെ അടുക്കൽ വിധി തേടി പോകാമെന്നാണ്. ഒരു മുസ്ലിമിൽ നിന്നും ഇത്ര സമീപനം ഉണ്ടായതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വിഷമമുണ്ടായി. അങ്ങനെയാണ് ഈ ആയത്തുകൾ അവതീർണമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ച മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊരുത്തപ്പെടുവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം മാറ്റി അള്ളാഹുവിനോട് അവരുടെ തെറ്റുകൾ പുറത്തു കിട്ടാൻ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാലേ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഈ ആയത്തുകളുടെ പ്രതിവാദി വിഷയം. ഏതൊരാളും മറ്റൊരുവനോട് തെറ്റു ചെയ്താൽ അവനോട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് ചെയ്ത തെറ്റിന് റബ്ബിനോട് തൗബ ചെയ്യണം. ഈ ആയത്തിലൂടെ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ഹുക്കുമും ഇത് തന്നെയാണ്. അതല്ലാതെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ തെറ്റുകൾ ചെയ്ത് സകലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തൗബ ചെയ്യണം എന്ന ഒരു ഷർത്ത് ഇന്നേ വരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ലോകത്തുള്ള സകലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ഞാൻ പാപം ചെയ്തു പോയി എന്ന് കുമ്പസരിച്ച് അള്ളാഹുവിനോട് തനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. പാപം ചെയ്തവർ പള്ളിയിലെ അച്ഛന്റെ അടുത്ത് പോയി ഏറ്റുപറഞ്ഞ് കുമ്പസരിക്കുന്നതും അച്ഛൻ അവരുടെ തൗബ സ്വീകരിക്കുന്നതും അവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നതും നസ്രാനികളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇസ്ലാം ദീനിൽപ്പെട്ടതല്ല. മാത്രമല്ല ഇതൊരു വാറോലയാണ്. ഈ വിഷയം ഒരു ഉത്തുബിക്കഥ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തുബിക്കഥ വെറും ഒരു വാറോലയാണ്. അധികം മുഫസ്സിരീങ്ങളും ഈ വിഷയത്തിൽ റാസി ഇമാം വരെ ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുകളിൽ മൗലവി ആ ഇബ്നു കസീറിന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ ഖബറിങ്ങൽ പോകുവാൻ വേണ്ടി ആയത്തിൽ പറയുന്നില്ല. ആ ഒരു ഉത്തുബിയുടെ ഒരു കള്ളക്കഥ അവിടെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിങ്ങിലേക്ക് പോകാൻ അവിടെ കൽപ്പിക്കുന്നില്ല. അത് നിങ്ങൾ തെളിയിക്കണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ആ ചോദ്യത്തിനും മൗലവി മറുപടി പറഞ്ഞില്ല. ഉത്തുബിയുടെ കള്ളക്കഥ എന്നു പറഞ്ഞതല്ലാതെ എന്തുകൊണ്ടത് കള്ളക്കഥയായി എന്നും പറയുന്നില്ല. എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് കൃത്യമായ ഒരു മറുപടി പോലും പറയാൻ കഴിയാതെയാണോ മൗലവി സാഹിബെ നിങ്ങൾ ഈ സംവാദത്തിന് വന്നത്? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ സംവാദത്തിന് വന്നത്? നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഒരു വാദഗതിയായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പൊരുത്തപ്പെടിയിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു ആയത്താണെന്നത് നിങ്ങളുടെ വാദഗതിയാണ്. അതിനെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരായത്തിന്റെ സബബുന്നുസൂല്, എന്റെ സുഹൃത്തെ, സബബുന്നുസൂല് അനുസരിച്ചാണോ ആയത്തുകളെ പരിഗണിക്കേണ്ടത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞിട്ടില്ലേ, ആയത്തുകൾ പരിഗണിക്കേണ്ടത് സബബുന്നുസൂലിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഉമൂമനെ പരിഗണിച്ചുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഈ പണിക്ക് നിൽക്കണം? എന്റെ അടുത്ത ചോദ്യം, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ ഹിജ്റ 130 വഫാത്തായ രണ്ടാം നൂറ്റാണ്ടുകാരനാണ്. മഹാനവറുകൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ
നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിൽ വന്ന് അവിടുത്തെ കവിൾത്തടം ചേർത്ത് വെച്ചിട്ട് നബിതങ്ങളോട് സഹായം ചോദിക്കാറുണ്ടായിരുന്നു എന്ന് താരീഖ് ദിമഷ്ക് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ ഈ ചെയ്ത പണി ഷിർക്കാണോ? നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിൽ വന്ന് നിന്നിട്ട് അവിടുത്തെ കവിൾത്തടം നബിതങ്ങളുടെ ഖബറിനോട് ചേർത്ത് വെച്ചിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷിർക്ക് ഇസ്തിഗാസ നടത്താറുണ്ടായിരുന്നു. ഇത് ഷിർക്കാണോ? മൗലവി തെളിവ് സഹിതം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ സുന്നത്ത് കൊണ്ടും ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇസ്തിഗാസ തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഹിജ്റ 153 കഴിഞ്ഞ ഒരു സംഭവവുമായിട്ട് ഇതിനെ കൂട്ടിയോജിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഇസ്തിഗാസക്ക് തെളിവായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു രേഖ കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ഖബറിനടുക്കൽ പോയി ഖബറിലുള്ള ആളോട് ഇസ്തിഗാസ ചെയ്യുന്നത് നമുക്ക് അനുവദനീയമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തിന്, ഖുർആൻ ആയത്തുകൾക്ക് എതിരാണ്, അതേപോലെ തന്നെ ഹദീസുകൾക്കും എതിരാണ്. ഇവിടെ ഇസ്തിഗാസ ചെയ്യുക എന്നാൽ പ്രാർത്ഥന രൂപത്തിലുള്ള ഇസ്തിഗാസയാണ് ഇവിടെ ഉദ്ദേശം. മരിച്ചുപോയ മഹത്തുക്കളോടുള്ള ചോദ്യം പ്രാർത്ഥന രൂപത്തിലുള്ള ഇസ്തിഗാസയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധന തന്നെയാണ് എന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ മഹാന്മാര് അവർ വിളിച്ചാൽ കേൾക്കുകയില്ലെന്നും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയില്ലെന്നും അല്ലാഹു തആല ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ തൊട്ടടുത്ത് ഇല്ലാത്തൊരാൾ, മരണപ്പെട്ടു പോയ ഒരാൾ നമ്മുടെ വിളി കേൾക്കും എന്ന് നമ്മുടെ എന്നുള്ള വിശ്വാസം തന്നെ തെറ്റാണ് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. എന്നിരിക്കെ ഖബറിൽ പോയിട്ട് ഖബറിൽ കിടക്കുന്ന ആളോട് സഹായം ചോദിക്കുന്ന ഈ പ്രവൃത്തി നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. ആ പ്രവൃത്തി ആര് ചെയ്താലും അത് ശിർക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഖുർആനും ഹദീസിനും എതിരാണ്, ആയത്തുകൾക്കും ഹദീസുകൾക്കും എതിരാണ് അത്. അതുകൊണ്ട് അത് നമുക്ക് സ്വീകാര്യയോഗ്യമല്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇബ്നു കസീറിന്റെ ഒരു ആയത്ത് കൊണ്ടുവന്നു. അതും ഇതിന് തെളിവായി എടുക്കാൻ സാധിക്കുക ഇല്ല എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം ഉസ്താദ് ആ ആയത്തിനെ തന്നെ കോട്ടിമാറ്റിയിട്ടാണ്, ആയത്തിനെ തന്നെ കട്ടുമുറിച്ചാണ്, ആയത്തിന്റെ വിശദീകരണം കട്ടുമുറിച്ചാണ് അതിന് തെളിവുണ്ടാക്കിയിരിക്കുന്നു. എന്നിരിക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഇസ്തിഗാസക്ക് ഒരു തെളിവും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇമാമുമാരിൽ നിന്നും കിട്ടില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇമാമുമാർ ഒരിക്കലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ചെന്ന് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ ഇസ്തിഗാസ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചെയ്തതിനെ നമുക്ക് ന്യായീകരിക്കുവാൻ ബാധ്യതയില്ല. അത് ആര് ചെയ്തു കഴിഞ്ഞാലും ഖബറിന്റെ അടുത്ത് പോയി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്ക് തന്നെയാണ്. അതിൽ ഒരു സംശയവും ഇല്ല. അതിന് ഖുർആനും സുന്നത്തും പിൻബലം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് വരുന്ന ചോദ്യങ്ങളിൽ അത് തെളിയിക്കാനാണ് എന്റെ ശ്രമം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിനുള്ള ആഫിയത്ത് നൽകട്ടെ. അടുത്ത ചോദ്യം. ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു മറുപടി ഇല്ല, വെറുതെ സമയം കളയുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്കിലും ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾ പലപ്പോഴും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നോതി. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഭൗതിക സഹായം, അഭൗതിക സഹായം, ജീവിച്ചിരിക്കുന്നവരോടുള്ള സഹായതേട്ടം, മരണപ്പെട്ടവരോടുള്ള സഹായതേട്ടം എന്നൊന്നും
വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ഏത് സഹായവും അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് തന്നെയാണ് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസയ്ക്ക് എതിരായിട്ട് ഓതിയ ആയത്താണ് ഇത്. ഞാൻ ചോദിക്കുന്നു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം, അതും മരണപ്പെട്ടവരോട് നടത്തുന്ന സഹായതേട്ടം, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷിർക്കാണ് എന്ന് പറഞ്ഞ ഏത് മുഫസ്സിറുണ്ട്? നിങ്ങൾ വ്യക്തമായി പറയുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഏത് മുഫസ്സിറാണ് മരണപ്പെട്ടവരോട് അഭൗതികമായ സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ എന്ന് വിശദീകരിച്ചിട്ടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വോയിസ് 1999 മെയ് 15-31, പേജ് 11. ഇവിടെ ഫാത്തിഹയിലെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വാക്യത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചാൽ മതി. ഈ ഭൗതിക ലോകത്ത് മറ്റ് സഹജീവികളോട് സഹായം തേടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നും അത്തരത്തിലുള്ള ഭൗതിക സഹായങ്ങളെയല്ല അർത്ഥമാക്കുന്നതെന്നും മറ്റുള്ളവർക്കൊന്നും സഹായിക്കാനാവാത്ത മാനസിക പ്രശ്നങ്ങളുടെയും ആധ്യാത്മിക പ്രശ്നങ്ങളുടെയും സഹായത്തെയാണ് ലക്ഷ്യമാക്കുന്നതെന്നുമുള്ള വ്യാഖ്യാനമാണ് നന്ന്. ചില സന്ദർഭങ്ങളിൽ വ്യാഖ്യാനം പഠനത്തിന് പുറത്തേക്ക് പോകുന്നതായി സംശയിക്കേണ്ടി വരും. ദൈനംദിന കാര്യങ്ങളെ ഉദാഹരിക്കാനും ലളിതവൽക്കരിക്കാനുമുള്ള ശ്രമം ആദ്യന്തം കാണാം. പക്ഷേ അത് അസംഗതമോ അനൗചിത്യമോ ആകാതെ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇവിടെ തന്നെ ഈ സുന്നി വോയിസിൽ, ഇത് എപിക്കാരുടെ സുന്നി വോയിസ് ആയിട്ടുള്ള 1999 ഇറങ്ങിയ മെയിലക്കം ഇറങ്ങിയ സുന്നി വോയിസിൽ പറയുന്നത് ആണ് ഞാനിപ്പോൾ വായിച്ചത്. അവിടെ പറയുന്നത് കാണുക. ഭൗതിക ലോകത്തുള്ള സഹജീവികളോട് തേടുന്ന സഹായമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും, അതായത് അഭൗതികമായ മാർഗത്തിലുള്ള അത്തരത്തിലുള്ള സഹായം, അതായത് ഭൗതിക സഹായങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും, അത് മറ്റുള്ളവർക്കൊന്നും സഹായിക്കാനാവാത്ത മാനസിക പ്രശ്നങ്ങളുടെയും ആധ്യാത്മിക പ്രശ്നങ്ങളുടെയും സഹായത്തെയാണ് ലക്ഷ്യമാക്കുന്നതെന്നുമുള്ള വ്യാഖ്യാനമാണ് നന്ന് എന്നാണ് ഈ സുന്നി വോയിസിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അഭൗതികമായ സഹായമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. മുകളിൽ പറഞ്ഞ സുന്നി വോയിസിൽ പറഞ്ഞത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഈ ആയത്തിൽ പറയുന്ന സഹായം സാധാരണ മനുഷ്യർ പരസ്പരം നടത്താറുള്ള സഹായമല്ലെന്നും അവർക്കാർക്കും കഴിയാത്ത സഹായമാണിതെന്നും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിലെ സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമെന്ന അഭൗതികമെന്ന വ്യത്യാസമില്ലാതെ എല്ലാ സഹായങ്ങളുമാണെന്നാണ്. ഒരാൾ തന്റെ ചെരുപ്പിന്റെ വള്ളി അറ്റുപോയാൽ അതുകൂടി അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളട്ടെ എന്ന് നബി വചനം അതിന് തെളിവായി അവർ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഭൗതിക കാര്യങ്ങളിൽ തനിക്ക് ആരിൽ നിന്നാണോ സഹായം ലഭിക്കേണ്ടത് എങ്കിൽ അയാൾക്ക് അത് നൽകാൻ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കട്ടെ എന്നും എനിക്കത് സ്വീകരിക്കുവാൻ തൗഫീഖ് നൽകട്ടെ എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാതെ 10 രൂപ കടം ചോദിക്കുന്നതും കടയിൽ പോയി സാധനങ്ങൾ ചോദിക്കുന്നതുമെല്ലാം തെറ്റാണ്. അതുകൂടി അള്ളാഹുവിനോട് ചോദിക്കണമെന്നല്ല. ഇക്കാര്യം പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നീ വല്ലവരോടും വല്ല കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ആദ്യം ചോദിക്കുക. നീ വല്ല കാര്യത്തിലും സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. തിർമിദി ഹദീസ് നമ്പർ 6516. കൊടുത്ത ഉദ്ധരണിയുടെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുവചനം സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഒരു അടിമക്കും തന്റെ മനസ്സിനെ അള്ളാഹു അല്ലാത്തവരോട് ബന്ധിപ്പിക്കാൻ ഒട്ടും ആവശ്യമായി കൂടാ. എന്നു മാത്രമല്ല, തന്റെ എല്ലാ ആവശ്യങ്ങളിലും അവൻ അള്ളാഹുവിന്റെ മേൽ അവലംബിക്കണം എന്നാണ്. അവൻ ചോദിക്കുന്ന ആവശ്യം സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനത്തിലൂടെ നടന്നു വരുന്നതല്ലെങ്കിൽ അത് അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. സന്മാർഗലബ്ധി, വിജ്ഞാനം ലഭിക്കുക, ഖുർആനിലും സുന്നത്തിലും അറിവ് ലഭിക്കുക, രോഗശമനം, ആരോഗ്യം എന്നിവ ലഭിക്കുക, ഭൗതിക പരീക്ഷണങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുക, പരലോക ശിക്ഷയിൽ നിന്ന് മോക്ഷം ലഭിക്കുക എന്നിവ ഇതിന് ഉദാഹരണമാണ്. അതിവിടെ പറഞ്ഞത് കൃത്യമായി ശ്രദ്ധിക്കുക. അവൻ ചോദിക്കുന്ന ആവശ്യം സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനത്തിലൂടെ നടന്നു വരുന്നതാണെങ്കിൽ അത് അള്ളാഹുവിനോട്, അത് പ്രവർത്തനത്തിലൂടെ നടന്നു വരുന്നതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, സന്മാർഗലബ്ധി, വിജ്ഞാനം ലഭിക്കുക, ഖുർആനിലും സുന്നത്തിലും അറിവ് ലഭിക്കുക എന്ന വിഷയങ്ങൾ. ഈ കാര്യം അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാന്മാരോട് ചോദിച്ചാൽ അത് ശിർക്ക് തന്നെ. അതിന് ജീവിച്ചിരിക്കുന്ന ആളായാലും
അതായത് അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് ചോദിച്ചാൽ ശിർക്കാണ്. ഈ വിഷയങ്ങളൊക്കെ അവരോട് മരിച്ചുപോയ മഹാന്മാരോട് ചോദിച്ചാൽ അത് ശിർക്കാവും. കാരണം അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ മരിച്ചുപോയ മഹാന്മാരോട് ചോദിച്ചാൽ ശിർക്കാകും. ഇനി അവന്റെ ആവശ്യം സാധാരണഗതിയിൽ അള്ളാഹു അവന്റെ സൃഷ്ടികൾ വഴി നിർവഹിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അവരുടെ മനസ്സുകളിൽ ചോദിക്കുന്നവരോട് അനുകമ്പ തോന്നിപ്പിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കണം. ഉദാഹരണം, ഭരണാധികാരികളിൽ നിന്നും തൊഴിൽ ഉടമകളിൽ നിന്നും ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവേ നിന്റെ ദാസിദാസന്മാരുടെ മനസ്സുകളെ ഞങ്ങൾക്ക് അനുകൂലമായി അവരിൽ കാരുണ്യം തോന്നിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടായിരിക്കണം. ഉദ്ധരിച്ച ഈ ഹദീസ് ഇമാം നവവി വിശദീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അവിടെ ചോദ്യം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുവാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടുള്ളൂ. ആ ചോദ്യം ആരോട് ചോദിക്കുകയാണെങ്കിലും അത് പ്രാർത്ഥനയാകും. ആ പ്രാർത്ഥനയാകുന്ന സഹായം ആരോട് ചോദിച്ചാലും അത് ശിർക്കുമാകും. അല്ലാത്ത ചോദ്യങ്ങൾ മനുഷ്യർ അവർ തമ്മിലുള്ള ചോദ്യങ്ങൾ അത് അനുവദിച്ചതുമാണ്. അത് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, അതിന് കുഴപ്പമില്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അള്ളാഹിനോട് ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രം ചോദിക്കണം. അത് ആരോടെങ്കിലും ചോദിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ശിർക്കായി തീരുന്നതാണ്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഫത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളും നിഷ്പക്ഷമായി ചിന്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹിദായത്തിന്റെ മാർഗം അള്ളാഹു എത്തിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വളരെ നല്ല രീതിയിൽ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ ഒരു സംവാദം നടന്നു. ചോദ്യോത്തരങ്ങൾ മുജാഹിദ് പക്ഷവും സുന്നി പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും ചെയ്തു. ഇവിടെ സുന്നി പക്ഷത്തിൽ നിന്നും അവരുടെ വാദത്തെ നിലനിർത്തുവാനുള്ള ഒരു തെളിവ് പോലും അവർക്ക് ഉദ്ധരിക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം അവർ പ്രധാന തെളിവായി കൊണ്ടുവന്നത് ഒരു സ്വപ്നകഥയായിരുന്നു. അതായത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കിതാബിൽ അംസവും ജാവുക എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കള്ളക്കഥ, അത് ആണ് തെളിവായി കൊണ്ടുവന്നത്. പക്ഷെ ആ തെളിവിനെ അദ്ദേഹത്തിന് ഇവിടെ സമർത്ഥിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഖുതുബി എന്ന് പറയുന്ന ആളും അഗ്രാബിയും സഹാബിമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല എന്നും ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ പരസ്യമായി മദ്യപിക്കുന്ന ആളിൽ നിന്നും കിട്ടുന്ന സ്വപ്നകഥ ദീനിൽ എങ്ങനെ തെളിവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും? ഒരു കള്ളക്കഥ ദീനിൽ തെളിവാക്കി എടുത്തുകൊണ്ട് അമല് ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു സ്വപ്നകഥയാണ്, ഖുതുബിയാണ് കാണുന്നത്. ഇവിടെ ആറാബി വന്ന് ഒരു കബറിങ്ങിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് കരുതി അത് നമുക്ക് ദീനിൽ തെളിവാകണമെന്നില്ലല്ലോ. അതേപോലെ എത്ര ആളുകൾ പല കബറുകളിൽ ചെന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട്. പല ആളുകളും പല കബറുകളിൽ ചെന്നിട്ട് പലതും വിളിച്ചു പറയുന്നുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറുകളിൽ ചെന്നിട്ട് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് അത് ആ വിളിച്ചു പറയുന്നത് അയാളെ കാരണം അത് തെളിവാകുന്നില്ലല്ലോ അവിടെ. പക്ഷെ ഇവിടെ തെളിവാക്കി എടുക്കുന്നത് എന്താ? ഇവിടെ സ്വപ്നത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ് അവിടെ വിധിയായിട്ട് വരുന്നത്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു എന്നതാണ് അവിടെ വിധിയായി വരുന്നത്. അതാണ് വിധിയായിട്ട് എടുക്കുന്നത് ഇവിടെ. അതാണ് വിധിയായിട്ട് എടുക്കുന്നത്. പക്ഷെ അത് ആ ഒരു വിധി എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, അത് സ്വപ്നത്തിലാണ് ആ വിധി വരുന്നത്. അപ്പോൾ ഈ ഖുതുബിയായിട്ടുള്ള ഇയാൾ കണ്ട സ്വപ്നം ദീനിൽ തെളിവാകൂല എന്നത് വളരെ കൃത്യമാണ്. കാരണം ഇവിടെ സ്വപ്നത്തെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു,
അതിമേൽ തൊട്ടില്ല, അത് ചവറ്റുകൊട്ടയിലേക്കാന്ന് പറഞ്ഞ് വലിച്ചെറിയുകയാണ് ചെയ്തത്. കാരണം അത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു, ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ഇസ്തിഹാസ ഇതല്ലാത്തൊരു തെളിവ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഖുർആനിൽ നിന്നൊരു തെളിവോ ഹദീസിൽ നിന്നൊരു തെളിവോ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഖുർആനിൽ ആ ആയത്ത് ഇവർ പറഞ്ഞത് തെളിവല്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഒരിക്കലും അതിനെ സംബന്ധിച്ച് എങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊരു ഉത്തുബിയുടെ കഥ പറഞ്ഞിരുന്നു, അത് ഇവിടെ കളവാണെന്ന് ഇവിടെ തെളിവ് കഴിഞ്ഞു ചെയ്തു. അപ്പോ പ്രമാണങ്ങളുടെ പിൻബലം ഈ ഇസ്തിഹാസക്ക് ഇല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചോദിച്ചു, ഖുർആനിൽ പിന്നെ പ്രാർത്ഥന, അള്ളാഹുവോടുള്ള പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹുവിനോടുള്ളത് ഖുർആനിൽ സുന്നത്തിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. അതേപോലുള്ള ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള ഒരു ഇസ്തിഹാസ ഖുർആനിലും ഹദീസും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിനും മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഇദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി തന്നെ മറുപടി കൊടുക്കുകയും അദ്ദേഹം നടത്തിയ ഒരു കളവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അത് കളവ് തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം ഈ തഫ്സീറിൽ അതിന്റെ വിശദീകരണത്തിൽ നിർത്തി ഓതിയ അതിൽ ഒരിക്കലും ഖബർ എന്നൊരു വാക്ക് ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ അദ്ദേഹം ആ ആയത്തിൽ നിന്നല്ല, അത് ആ ഒരു ഖുർആൻ ആയത്തിൽ നിന്ന് വിശദീകരിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് ഏതാണ് ആയത്തെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ അതിന് തെളിവിട്ട് കൊടുത്തപ്പോഴാണ് ആ ആയത്തുമേൽ അദ്ദേഹം പിടിച്ചിരുന്നത്. പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പിന്നെ ആ ഖബർ അവിടെ നിന്നും മാഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ അത് ഖുതുബിയിലേക്ക് ഇങ്ങോട്ട് എടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും ഇവിടെ ഇസ്തിഹാസക്ക് ഒരു തെളിവും ഇല്ല എന്നത് വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. അത് ശിർക്കുമാണെന്നും തെളിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ഇയ്യാക്കനസ്തഈൻ അതിന് എതിരാണ് ഈ സഹായ ചോദ്യം എന്നതും കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. കാരണം ഇസ്തിഹാസ എന്നത് മരിച്ചവരോടുള്ള സഹായ ചോദ്യമാണ്. മരിച്ചവരോടുള്ള സഹായ ചോദ്യമാണ്. മനുഷ്യരോടുള്ള സഹായ ചോദ്യം സംബന്ധിച്ചും അതേപോലെ തന്നെ ഖുർആനിൽ രേഖപ്പെട്ട് കിടക്കുന്ന അള്ളാഹുവിനോടുള്ള സഹായ ചോദ്യം ഇസ്തിഹാസയെ സംബന്ധിച്ചും ഞാൻ എന്റെ വിഷയാവതരണത്തിൽ വിശദീകരിച്ചതാണ്. അതിൽ ഇസ്തിഹാസ മനുഷ്യർ പരസ്പരം തമ്മിലുള്ള ഇസ്തിഹാസയെ സംബന്ധിച്ച് ഒരു ആയത്തോതി, അള്ളാഹുവിനോടുള്ള ഇസ്തിഹാസയെ സംബന്ധിച്ചും ഒരു ആയത്തോതി, ഖുർആനിൽ അതേപോലുള്ള ഇസ്തിഹാസയെ സംബന്ധിച്ച് മരണപ്പെട്ടു പോയവരോടുള്ള ഒരു ആയത്തിനെ സംബന്ധിച്ച് ചോദിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല. അതിന്റെ തെളിവ് കൃത്യമല്ല, അത് കൃത്യമായ തെളിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അനുവദനീയമായ ഒരു ഇസ്തിഹാസയും അള്ളാഹിനോടുള്ള ഇസ്തിഹാസയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അള്ളാഹിനോടുള്ള ഇസ്തിഹാസ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെയ്താൽ, അതായത് മരിച്ചുപോയ മഹാന്മാരോടോ അല്ലെങ്കിൽ മഹത്തുക്കളോടോ അല്ലെങ്കിൽ പിന്നെ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ, ജിന്നുകളോടോ മലക്കുകളോടോ ചോദിച്ചാൽ, അതേ ദോഷം പുറത്തേരണേ, എനിക്ക് വിജ്ഞാനം നൽകണമേ, എനിക്ക് ഹിദായത്തിന് നൽകണമേ എന്ന ചോദ്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് വളരെ കൃത്യമായി തന്നെ പ്രമാണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ഇസ്തിഹാസ ജായിസാണ് എന്ന തത്വത്തിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇവരുടെ വാദം അലവി സഖാഫി കൊളത്തൂര് ഇവരുടെ വലിയ ഖ്വാജയാണ്. അദ്ദേഹം പറഞ്ഞത് പുണ്യകരമായ കാര്യമാണ് ഈ ഇസ്തിഹാസ എന്നാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ഇസ്തിഹാസ പിന്നെ ജായിസാണ് എന്നാണ്. അപ്പൊ രണ്ടും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും മരിച്ചുപോയ മത്തുക്കളോട് ഇസ്തിഹാസ ചെയ്താൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്നതിനേക്കാൾ എന്ത് മഹത്വമാണ് അതിനുള്ളത് എന്ന് ചോദിച്ചിരുന്നു. അതിനും മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ആകപ്പാടെ ഇവര് ഇസ്തിഹാസ എന്ന വിഷയത്തിൽ തന്നെ ഇവർ ഭിന്നാഭിപ്രായത്തിലാണ്. എന്താണ് ഇസ്തിഹാസ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമാണ്. സത്യസന്ധമായ ഒരു ആശയം ഒരിക്കലും അതിന് ഒരു എതിരഭിപ്രായം ഉണ്ടാകേണ്ടതില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രം ചോദിക്കുക. അത് മരിച്ചുപോയ ആളുകളോടോ മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് മാത്രം സഹായം തേടുകയും ചെയ്യുക. അള്ളാഹു അല്ലാത്തവരിലേക്ക് നാം സഹായത്തെ നമ്മൾ അർപ്പിക്കരുത്. അത് എങ്ങനത്തെ സഹായം എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പേടിക്കണം, നിങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാകണം. കാരണം അള്ളാഹുവിലെ അല്ലാത്തവരിലേക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ കഴിവുകളെ നിങ്ങൾ അങ്ങോട്ട് പങ്കുചേർക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വിപത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ആ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ളവനാണ്. അവൻ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടനാളത്തോടടുത്തവനാണ്. അവന്റെ അടുത്തേക്ക് എത്താൻ ഒരു ഇടയാളന്റെ ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഒരു ജയമല്ല ഇവിടെ
നാം ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അതിലുള്ള നമ്മളുടെ ബാധ്യത എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും സമയം നിന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ എന്റെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. അത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു. കാരണം ഇസ്തിഗാസക്ക് നിങ്ങൾക്ക് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിങ്ങൾക്ക് തെളിവ് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്നും ഒരു ഖുതുബി കണ്ട സ്വപ്നമാണ് നിങ്ങൾക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാൻ സാധിച്ചത്. അത് തന്നെ ഞാൻ സ്വപ്നം ദീനിൽ തെളിവാകുമോ എന്ന് ചോദിച്ചിട്ട്, ദീനിൽ തെളിവാകുമോ സ്വപ്നം എന്ന് ചോദിച്ചിട്ട് അത് ഈ ഇസ്തിഗാസ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് അത് തോട്ടിലേക്ക് ചവറ്റുകുട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. പക്ഷെ അത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു. കാരണം ഇത് സ്ഥാപിക്കണമെങ്കിൽ സ്വപ്നം ഒരു തെളിവായിട്ട് ഇതിൽ ഉണ്ടാവണം, എന്നാലേ ഇത് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ സ്വപ്നത്തിന്റെ വിഷയം ചോദിച്ചപ്പോൾ അതിന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇനി ഇതിൽ എനിക്ക് പറയാനുള്ളത് സത്യം രണ്ട് കൂട്ടരുടെയും സംവാദം കൃത്യമായിട്ട് കേട്ട് സത്യം ഗ്രഹിക്കുക തന്നെ ചെയ്യണം. ഇത്രയും എടുത്ത പണി വെറുതെ ആയി പോകരുത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഹിദായത്തിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. നിങ്ങളുടെ നാഥൻ, നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ, ആ നാഥൻ ഏകനാണ്. ആ നാഥനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അദ്ദേഹമാണ് നിങ്ങളെ പരിപാലിക്കുന്നതും നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും. അപ്പോൾ ആ അദ്ദേഹത്തെ വിട്ട് നിങ്ങളാരും വേറൊരു സൃഷ്ടിയുടെ അടുത്തേക്ക്, മരിച്ചുപോയ സൃഷ്ടികളുടെ അടുത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ചെയ്തു തരാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി തആല വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുഹൃത്തുക്കളെ, വ്യക്തിപരമായി താരിഫ് മൗലവിയോട് എനിക്ക് അളവില്ലാത്ത സഹതാപം തോന്നിപ്പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആകാത്ത പണിക്ക് എന്തിനാണ് ഈ മൗലവി ഇറങ്ങിത്തിരിച്ചത് എന്നോർത്തിട്ട്. വിഷയാവതരണം മുതൽ അദ്ദേഹം ഇസ്തിഗാസ ശിർക്കാണ് എന്ന വാദം സ്ഥാപിക്കാനുള്ള ഒരായത്തുപോലും ഓതി നമ്മൾ ആരും കേട്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാദം തന്നെ വിചിത്രമായിരുന്നു. ഇസ്തിഗാസ ഷിർക്കാണ്, കാരണം അത് ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്നത്. ഇതിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത് ഖുർആനിനും സുന്നത്തിനും എതിരായതൊക്കെ ഷിർക്കാണോ എന്ന് തോന്നിപ്പോവുകയാണ്. കള്ളുകൂടി ഖുർആനിനും സുന്നത്തിനും എതിരാണ്, വ്യഭിചാരം എതിരാണ്, പലിശ എതിരാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യൽ ഷിർക്കാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് മൗലവിയുടെ വാദത്തിൽ നിന്ന്. ഇരിക്കട്ടെ, അങ്ങനെ വിഷയാവതരണത്തിൽ അദ്ദേഹം ഇസ്തിഗാസ ഷിർക്കാണെന്ന് സ്ഥാപിക്കാൻ ഒന്നും കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് 7 അവസരങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യത്തിൽ ഇസ്തിഗാസ ഷിർക്കാണ് എന്നതിനൊരായത്ത് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ നിങ്ങൾ വിഷയാവതരണത്തിൽ അവതരിപ്പിച്ച ഇതുപോലെ മഹാരഥന്മാരോട് സഹായതേട്ടം നടത്തുന്നത് ഷിർക്കാണ് എന്ന് വിവരിച്ച ഒരു മുഫസ്സിറിനെ പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹം അത് പറഞ്ഞില്ല. ചുരുക്കത്തിൽ ആധികാരികമായ പ്രാമാണികമായ രേഖകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഇത്ര നേരത്തെ പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വളരെ പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അദ്ദേഹം എന്റെ പേരിൽ കളവാരോപണം നടത്തിയെങ്കിലും എന്ത് കളവാണ് എന്ന് അദ്ദേഹത്തിന് സമർത്ഥിക്കാനോ ആ കളവ് ഞാൻ പറഞ്ഞു എന്ന് സ്ഥാപിക്കാനോ കഴിഞ്ഞില്ല എന്നതും ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുപോലെ അദ്ദേഹം നമ്മളിവിടെ തെളിവായി കൊടുത്തിരുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ, ആ തഫ്സീറിനെ കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. അതിനുശേഷം ഞാൻ ഉത്ബി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം രേഖയായി കൊടുത്തപ്പോൾ
അത് രേഖയായി കൊടുത്തത് ഇബ്നു കസീർ തങ്ങൾ ആയതുകൊണ്ടും ഇബ്നു കസീർ തങ്ങള് സ്വഹീഹായതേ പറയൂ എന്ന് തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഉദ്ധരിച്ചിട്ടും അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ ഇതൊരു സ്വപ്നക്കഥയാണ്, ഒരു കള്ളക്കഥയാണ് എന്നിങ്ങനെ പറഞ്ഞു കുറെ സമയം ചെലവഴിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ എന്റെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ എന്റെ താരിഫ് മൗലവി, അതൊരു സ്വപ്നക്കഥയല്ല എന്ന് പലയാവർത്തി ഞാൻ പറഞ്ഞു. ആ ഖബറിനരികിൽ ഇരുന്നപ്പോഴും മറ്റുമൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ്. പുറത്തു കൊടുത്തു എന്ന് പറയുന്ന ആ അവസാന ഭാഗം മാത്രമാണ് സ്വപ്നത്തിലുണ്ടായിട്ടുള്ളത്. ഇത് കേവലം ഒരു കള്ളക്കഥയോ ഒരു കെട്ടുകഥയോ സ്വപ്നക്കഥയോ ആണെങ്കിൽ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ എന്തിനവരുടെ തഫ്സീറിൽ ഇത് എഴുതി പഠിപ്പിക്കണം? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അവർ അവരുടെ തഫ്സീറുകളിൽ ഇതെന്തിന് രേഖപ്പെടുത്തണം? ഇമാം നബവി രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്തിനാണ് ഇമാം നബവി ഇത് രേഖപ്പെടുത്തിയത്? അപ്പോൾ അവരൊക്കെ ഇത് രേഖപ്പെടുത്തിയത് വിവരമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഷിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന് മൗലവി സാഹിബ് മനസ്സിലാക്കണം. ആകയാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്ന് ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ തന്നെ തിരിയും. എന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടികൾ ഒന്നും കൃത്യമായിരുന്നില്ലെന്നു മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം മറുപടി പറയാൻ വിഷമിക്കുന്നത് പോലും കാണാൻ ഇടയായിട്ടുണ്ടെന്നു മാത്രമല്ല, അദ്ദേഹം ചില മലയാള പുസ്തകങ്ങളായിരുന്നു അതിന് കൂട്ടുപിടിച്ചിരുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ വേദന കൂടിപ്പോവുകയാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹം നമ്മളോട് ചോദിച്ച ചോദ്യം നേരെ ചൊവ്വെ ഒരു ചോദ്യം പോലും ചോദിക്കാൻ അദ്ദേഹത്തിന് ഈ സംവാദത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നതൊരു സത്യമല്ലേ? ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹം ചോദിച്ച ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ചോദ്യത്തിന്റെ അവസരത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ചോദ്യം ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് വ്യവസ്ഥയ്ക്ക് പുറത്തു പോകും. അമ്പിയാക്കളുടെ സ്വപ്നം ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മൾ ഇവിടെ വന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നം ചർച്ച ചെയ്യാനല്ലല്ലോ. നമ്മളിവിടെ ഒരു വ്യവസ്ഥാപിതമായ ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ ഉന്നയിച്ച വാദങ്ങൾ, ആ വാദത്തിനകത്ത് നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പല അവസരങ്ങളിലെയും ചോദ്യങ്ങൾ പോലും അസ്ഥാനത്തായിരുന്നു. ഇങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാതെ അദ്ദേഹം നമ്മളുടെ മറുപടിക്ക് മുമ്പിൽ വിയർത്തതുപോലെയും വിറച്ചതുപോലെയും ചോദ്യങ്ങൾ പോലും അദ്ദേഹത്തിന് മുട്ടിപ്പോയി എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. ഇസ്തിഗാസ എന്ന് പറയുന്നത് ഒരു ജായിസായ വിഷയമാണ്, അനുവദനീയമായ വിഷയമാണ്. അത് അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത അനുവദനീയം എന്നിങ്ങനെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തി യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു എന്നാണ്. ഇസ്തിഗാസ അനുവദനീയവുമാണ്, ഗുണകരമായ കാര്യവുമാണ്. കാരണം എന്താണ്? നമുക്കൊരു ആവലാതിയും ഒരു വേവലാതിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയണം, അതുപോലെ തന്നെ മഹാരഥന്മാരോടും പറയണം. ഇതൊക്കെ നമുക്ക് അല്ലാഹു തആല വെച്ച് തന്നിട്ടുള്ള കാരണങ്ങളാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും, വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ, സച്ചരിതരായ മഹാന്മാരായ സ്വാലിഹീങ്ങളും നിങ്ങളുടെ സഹായിയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹായികളോട് നമുക്ക് സഹായം ചോദിക്കാൻ അള്ളാഹു തആല തന്നെ നിശ്ചയിച്ച കാരണങ്ങളാണ്. അവരോട് ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിനെ ഷിർക്കാണ് എന്ന് ആരോപണം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ സംവാദങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് ഇസ്തിഗാസ നടത്താൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇസ്തിഗാസ നടത്തുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേക വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇസ്തിഗാസ നടത്തുന്ന, അനുവദനീയമായ ഇസ്തിഗാസ നടത്തുന്നതിനെ നിങ്ങൾ ഷിർക്ക് ആരോപിക്കുമ്പോൾ വിഷയത്തിന്റെ കടുപ്പവും ഗൗരവവും മാറുന്നുണ്ട് എന്ന് സുഹൃത്ത് ഓർക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉസ് സിറാത്തിൽ മുസ്തഖീമിൽ നിന്നുള്ള രേഖകൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇബ്നു തൈമിയ്യ അവിടുത്തെ ഇഖ്തിലാഉസ് സിറാത്തിൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തിയത് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ട് നബിതങ്ങൾ കൊടുത്തില്ലെങ്കിലാണ് ഈമാൻ തെറ്റിപ്പോകുന്നത് എന്നാണ്. ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ, ചോദിച്ചാൽ ഈമാൻ തെറ്റിപ്പോകുമെന്ന് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് തന്നെ നൽകുന്ന മറുപടി
വഅക്സറു ഹൗലാഇ السائلين المليحين لما هم فيه من الحال لو لم يجابوا لضطرب إيمانهم. ഈ ആളുകൾ വളരെ പ്രയാസകരമായി ഇവരൊക്കെ ഈ മഹാരഥന്മാരെ സമീപിച്ച് ചോദിക്കുന്ന ആളുകൾ അവർക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അവർക്ക് ഉത്തരം നൽകുന്നത് എന്ന് ഇബ്നു തൈമിയ്യ അവിടുത്തെ ഇഖ്തിലാഉസ് സിറാത്തിൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ മഖ്ബറകളിൽ നിന്ന്, മഹാരഥന്മാരുടെ ഖബറുകളിൽ നിന്ന് സഹായങ്ങൾ ധാരാളം കിട്ടിയത് നിങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാര് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതൊരു പരമമായ യാഥാർത്ഥ്യം. സംവാദം എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച ഈ മൗലവി ഇന്നലെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വലിയ വെല്ലുവിളി നടത്തിയപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് തീരെ സുഖമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ സംവാദത്തിന് തയ്യാറായത് ഇവർ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരാരോപണം മുസ്ലിം ഉമ്മത്തിന്റെ മേലിൽ ശിർക്ക് ആരോപിക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ മേലിൽ ശിർക്ക് ആരോപിക്കുന്നു. അവർ ചെയ്ത തെറ്റെന്താണ്? അവർ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരല്ല, അവർ അല്ലാത്തവരെ ആരാധിക്കുന്നവരല്ല, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്താത്തവരല്ല, അവർ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാത്തവരല്ല. അള്ളാഹുവിനോട് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം പോലും കൂട്ടമായിരുന്നു പ്രാർത്ഥിക്കുന്ന, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സുന്നികള് അവർ മഹാരഥന്മാരോട് ഉള്ള സ്നേഹം കൊണ്ടും അവർക്ക് അള്ളാഹുവിന്റെ അരികിലുള്ള സ്ഥാനം അറിയാവുന്നതുകൊണ്ടും അവരോട് ഇസ്തിഗാസ നടത്തുന്നതിനെ ശിർക്ക് ആരോപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, ആ വേദന കൊണ്ട് മാത്രമാണ് ഈ പാതിരാവ് വരെ ഞാൻ ഈ ഉറക്കമൊഴിച്ച് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്ത് താരിഫ് മൗലവിയോട്, നിങ്ങളുടെ ആശയത്തിനോട് മാത്രമാണ് ഞങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും ഉള്ളത്. നിങ്ങളെന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് യാതൊരുവിധ വെറുപ്പും വിദ്വേഷവുമില്ല. നിങ്ങളിവിടെ പറഞ്ഞത് ഒരു വാശിയില്ലാതെ, ഒരു മുൻവിധികളില്ലാതെ നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. നിങ്ങൾ ശിർക്ക് ആരോപിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ മുശ്രിക്കിന്റെ പട്ടികയിൽ പെടുത്തണം. അതുപോലെ ഇമാം നവവിയെ പെടുത്തണം, ഇമാമുന ശാഫിഈയെ പെടുത്തണം, ഇമാം അബൂ ഹനീഫ, അഹ്മദ് ബിൻ ഹംബൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുൻകാലത്തെ അനേകം ഇമാമുമാരെ മുശ്രിക്കുകളുടെ പട്ടികയിൽ നിങ്ങൾക്ക് പെടുത്തേണ്ടി വരും. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വന്നു നിൽക്കുമ്പോ ഒക്കെ ഇസ്തിഗാസ നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ ഈ കടന്നാക്രമണവും ശിർക്കാരോപണവും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അവർ നിങ്ങളോട് അള്ളാഹുവിന് മുമ്പിൽ വെച്ച് നിങ്ങൾക്കെതിരായി സാക്ഷി പറയുന്ന ഒരു രംഗം വരാനുണ്ട്. അവിടെ സഹായിക്കാൻ നിങ്ങൾക്ക് ഈ പുസ്തകം തന്ന, ചീട്ട് തന്ന മൗലവിമാർ ആരുമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഹക്കിന്റെ പാതയിലേക്ക് കടന്നു വരണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു സന്മാർഗത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ദുആഓടുകൂടി നിർത്തുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.